നാട്ടിൽ നിന്ന് ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെറും ഒരാഴ്ച മാത്രം ബാക്കി. നമ്മൾ നാടൊക്കെ വിട്ട് ദൂരെയായിരിക്കുന്ന സമയത്ത്, നമ്മൾ നാടിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് അവരെ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് നമ്മുടെ വീടിനടുത്തുള്ള പറമ്പും കൃഷിയിടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നാട്ടും പുറത്തുനിന്ന് വന്ന ആളുകളാണെങ്കിൽ പറയേണ്ട കാര്യമില്ല, അവരതിനെക്കുറിച്ച് തന്നെയായിരിക്കും കൂടുതൽ ഓർക്കാറ്. അതിനെയൊക്കെയാണ് മക്കളെ നമ്മൾ ഈ നൊസ്റ്റു എന്ന് പറയാറ്. ഈ നൊസ്റ്റു പറയുന്ന നമ്മളിൽ മിക്ക ആൾക്കാരും നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വീടിനടുത്തുള്ള പറമ്പിലോ മുറ്റത്തോ പോലും ഒരു പുല്ലുപോലും പറിക്കാത്ത ആൾക്കാരാണ്. എന്നാൽ ഈ സിറ്റി ലൈഫും ജോലിയൊക്കെ ആയിട്ട് മടുത്തു കഴിയുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, റിട്ടയർമെൻ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ കൂടണം, പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അപ്പനമ്മമാരൊക്കെ ജീവിച്ച പോലെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ. ഒരു 2 കൊല്ലമൊക്കെ മുന്നെയാണ് ഞങ്ങൾ ഈ വീടിനടുത്ത് ഈ കാണുന്ന കുറച്ച് സ്ഥലം മേടിക്കുന്നത്. അന്നേരമായിരുന്നെങ്കിൽ ഇതിനകത്ത് മുഴുവൻ റബ്ബറായിരുന്നു. പിന്നെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞ് അവരെൻ്റെ വീട്ടുകാരെല്ലാം കൂടെ ഇതിപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ലുക്കിലുള്ള ഒരു കൃഷിഭൂമി ആക്കിയെടുത്തു. ഇത് ഇത്രയൊക്കെ ആക്കിയെടുത്ത എൻ്റെ പാരൻസിൻ്റെ എഫേർട്ട് ഓർക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഒരുപാട് അഭിമാനവും തോന്നുന്നുണ്ട്.